Hello friends, welcome back to English Improvement Classes. Many students requested me to do a video on if clauses. So here is one. Rudyard Kiplingന്റെ if എന്ന പോയത്തോട് അനുബന്ധിച്ചാണ് if clauses എന്ന ഒരു ഗ്രാമർ പാർട്ട് നമ്മുടെ +1 ക്ലാസ്സുകളിൽ വന്നിരിക്കുന്നത്. +1 ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നതിലപ്പുറം ഇഫ് ക്ലോസിന് ഒരുപാട് പ്രാധാന്യങ്ങൾ ഉണ്ട്. ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇഫ് ക്ലോസ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇഫ് ക്ലോസസ് മനസ്സിലാക്കുക. +1ന് മാർക്ക് സ്കോർ ചെയ്യാം, ഇംഗ്ലീഷിൽ നല്ല സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാം. അതിലുപരിയായിട്ട് ഭാവിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതുമ്പോഴും നിങ്ങൾക്ക് ഇഫ് ക്ലോസ് പഠിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകും. ഇഫ് ക്ലോസ് ഇസ് ആക്ച്വലി an adverbial clause of condition. മഴ പെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മലയാളത്തിൽ എങ്കിൽ എന്ന പ്രയോഗമാണ് ഇംഗ്ലീഷിൽ ഇഫ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഴ പെയ്തിരുന്നെങ്കിൽ എന്നത് ഒരിക്കലും ഒരു പരിപൂർണമായ സെൻറ്റൻസ് ആവുന്നില്ല. അതിനെ തുടർന്ന് അർത്ഥം മുഴുവനാവാനായിട്ട് ഒരു ഭാഗം കൂടി നിർബന്ധമാണ്. If it rains, it will be very good. മഴ പെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഈ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗം ഇറ്റ് ഈസ് എ കണ്ടീഷണൽ ക്ലോസ്. മഴ പെയ്തിരുന്നെങ്കിൽ അതിനെ തുടർന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മഴ പെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും. വി ആർ എക്സ്പെക്റ്റിംഗ് അനദർ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഫുൾ മീനിങ്. അർത്ഥം വ്യക്തമാവാനായിട്ട് രണ്ടാമതൊരു മെയിൻ ക്ലോസ് കൂടി അതിനോടുകൂടി നമ്മൾ ചേർക്കേണ്ടിയിരിക്കുന്നു. ഇഫ് ക്ലോസ് ഹാസ് 2 parts, എ കണ്ടീഷണൽ പാർട്ട് ആൻഡ് എ മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസ് ആൻഡ് എ മെയിൻ ക്ലോസ്. Mainly there are 4 conditionals: 0 conditional, first conditional, second conditional and third conditional. If clause is a combination of a condition and its result. Condition is expressed in the if clause and result is expressed in the മെയിൻ ക്ലോസ്. കണ്ടീഷൻ സൂചിപ്പിക്കുന്നത് ഇഫ് ക്ലോസിലും അതിൻ്റെ റിസൾട്ട് വരുന്നത് മെയിൻ ക്ലോസിലും ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു വിൽ ഗെറ്റ് ദ ബസ്. ഇഫ് യു സ്റ്റാർട്ട് ഏർലി ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. നേരത്തെ പുറപ്പെട്ടാൽ the result is in the second part. You will get the bus. Okay. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ the action happens in the main clause is conditional to the action happens in the if clause. മെയിൻ ക്ലോസിലെ കാര്യം സംഭവിക്കണമെങ്കിൽ that is conditional to the if clause. ബസ് കിട്ടണമെങ്കിൽ നേരത്തെ പുറപ്പെടണം. സോ ദ ആക്ഷൻ ഹാപ്പൻസ് ഇൻ ദി മെയിൻ ക്ലോസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്ഷൻ ഹാപ്പൻസ് ഇൻ ദി ഇഫ് ക്ലോസ്. സോ ഇൻ എ സെൻറ്റൻസ് ദർ ഇസ് ആൻ ഇഫ് ക്ലോസ് ആൻഡ് എ മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസ് ഗിവ്സ് ദി കണ്ടീഷൻ ആൻഡ് ദ മെയിൻ ക്ലോസ് ഗിവ്സ് ദി ആക്ഷൻ ഓർ ദി റിസൾട്ട്. നൗ let's get into the details of the 4 conditional sentences. The first one, 0 conditional. 0 conditional sentences are used to represent general truths or scientific facts. Scientific facts
ശാസ്ത്രീയ സത്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഇഫ് ക്ലോസസ് ഉപയോഗിക്കാം. ദ സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ പ്രത്യേകത ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഇഫ് യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ യു ഗെറ്റ് പർപ്പിൾ. ഇറ്റ്സ് എ ഫാക്ട്. Whenever you mix red and blue, the resultant color will be purple. ആര് എപ്പോൾ മിക്സ് ചെയ്താലും റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷൻ വി ഗെറ്റ് പർപ്പിൾ കളർ. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ഫാക്ട്. സീറോ കണ്ടീഷണൽ ഉപയോഗിക്കുമ്പോൾ ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇഫ് യു മിക്സ് റെഡ് ആൻഡ് ബ്ലൂ, മിക്സ്, the verb is in the simple present tense. You get purple, the main clause, there also we use simple present tense. Another example, plants die if you don't water it daily. സ്ഥിരമായി വെള്ളം നനച്ചില്ലെങ്കിൽ ചെടികൾ ഉണങ്ങി കരിഞ്ഞ് പോകും. ഇറ്റ്സ് എ ഫാക്ട്. Plants die. That is the main clause. We make use of simple present tense. Die. If clause. If you don't water it daily. There also we make use of simple present tense. So this is the zero conditional. We make use of in order to represent general facts and scientific facts. Now, the first conditional. We call it as a possible condition. There is a possibility that something can happen if the condition fulfills. What is said in the condition is possible. First condition's structure. There's, as usual, there's an if clause and a main clause. In the first conditional clause, we use simple present tense in the if clause and simple future tense in the main clause. Look at this example. If you don't hurry, you will miss the bus. When will you miss the bus? If you don't hurry. So what is the condition for you to get the bus? You should start early. Look at another example. I will meet her if I have time. I will meet her if I have time. ഇഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇഫ് ഐ ഹാവ് ടൈം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. വാട്ട് വിൽ യു ഡു ഇഫ് യു ഹാവ് ടൈം? ഐ വിൽ മീറ്റ് ഹർ. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ യു ടു മീറ്റ് ഹർ? യു ഷുഡ് ഹാവ് ടൈം. ഓക്കെ, സോ ഇൻ ദ ഇഫ് ക്ലോസ് വി യൂസ് simple present and in the main clause we use simple future. Will plus base form of the verb, that is will plus V1. If you don't study, you will fail. There is a possibility that something can happen. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഫസ്റ്റ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. I think it's clear to you. Now, second conditional. An improbable sentence. There's a least chance for something to happen. We use this second conditional to represent an imaginary situation. It refers to
either present or future time. Look at this example. If I become the president, I will change the social security system. A presidential candidate can say like that. The sentence comes under the first conditional. There's a chance. If he wins and if he become the president, he will change the social security system. കുട്ടികൾക്ക് നമ്മളൊരു ഇമാജിനറി സിറ്റുവേഷൻ കൊടുക്കുകയാണ്. ഇഫ് യു വർ ദി പ്രസിഡന്റ്. അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി എഴുതുകയാണ്, ഇഫ് ഐ ബിക്കെയിം ദി പ്രസിഡന്റ്, ഐ വുഡ് ചേഞ്ച് the social security system. In this sentence, the student makes use of imaginary condition or the second conditional clause. It is improbable or there's only a least chance. Another improbable sentence. If I won $1 million, I would stop teaching. പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. $1 million എനിക്ക് കിട്ടിയാൽ ഞാൻ ഈ പണി അങ്ങ് നിർത്തിയേനെ. There's least chance for that. It's an improbable sentence. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്കാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് കണ്ടീഷണൽ ക്ലോസിൽ ഇഫ് ക്ലോസിൽ വി മേക്ക് യൂസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. മെയിൻ ക്ലോസിൽ would plus base form of the verb or V1. Now the third conditional, the impossible one. We use third conditional to refer to an action that has already completed in the past. There is no chance for the thing to happen. It is already completed in the past. അത്തരത്തിലുള്ള സെൻറ്റൻസുകൾക്കാണ് നമ്മൾ തേർഡ് കണ്ടീഷണൽസ് ഉപയോഗിക്കുന്നത്. അൺറിയൽ ആയിട്ട് ഒരിക്കലും ഇനി നടക്കാൻ പറ്റാത്ത ഒരു കാര്യം, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ തേർഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. തേർഡ് കണ്ടീഷണലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ്. ദാറ്റ് മീൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ഇഫ് ക്ലോസിൽ ഉപയോഗിക്കുന്നത്. മെയിൻ ക്ലോസിലോ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ്. വുഡ് ഹാവ് കംപ്ലീറ്റഡ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും നമ്മൾ V3 ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് യു ഹാഡ് വോണ്ട് മീ, ഐ വുഡൻറ്റ് ഹാവ് ഇൻഫോംഡ് യുവർ ഫാദർ അബൌട്ട് ദി പാർട്ടി. യു ഡിഡൻറ്റ് വോണ്ട് മീ, സോ ഐ ഇൻഫോംഡ് യുവർ ഫാദർ. നീ എന്നോട് ഒരു വാണിംഗ് തന്നിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനോട് പാർട്ടിയെക്കുറിച്ച് പറയില്ലായിരുന്നു. അതായത് നീ എനിക്ക് മുന്നറിയിപ്പ് തന്നതുമില്ല, ഞാൻ നിൻ്റെ അച്ഛനോട് പറയുകയും ചെയ്തു. എവറിത്തിങ് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ്. സോ നത്തിങ് ഓർ നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ്. ഇത്തരത്തിലുള്ള കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ് തേർഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ഇഫ് യു ഹാഡ് സ്റ്റാർട്ടഡ് ഏർലി, യു വുഡ് ഹാവ് caught the bus. You didn't start early and you missed the bus. We cannot alter the situation. It has already happened sometime in the past. So we have completed our discussion on if clauses. Let's recap. There are 4 types of if clauses: zero conditional, first conditional, second conditional and third conditional. The zero conditional sentence we make use of in order to represent general facts or scientific facts. Zero conditionals
ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഫസ്റ്റ് കണ്ടീഷണൽ പോസിബിൾ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് ഇത്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1, that means future tense. Second conditional improbable, only a least chance is there. If clause simple past, main clause would plus V1. Third conditional impossible sentence, refers to something that had already completed in the past. If clause past perfect, main clause would plus have plus V3. Here are some examples. Please try to find out the answers, and if you feel any difficulty in answering these, please do write it in the comment box so that I can definitely help you. See you with another topic, a video on reported speech soon. So please stay subscribed.